ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. സ്വിസ് യാത്രകളുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല മഴയാണ് കേട്ടോ. ഇപ്പോൾ കാലത്ത് 7 മണിയായിട്ടുണ്ട്. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല മഴയാണ്. അപ്പോൾ രാവിലെ വന്ന് ജസ്റ്റ് ഒരു മഴ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ നേരെ അടുക്കളയിലോട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അപ്പവും കടലക്കറിയാണ്. അപ്പോൾ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പം ഉണ്ടാക്കി. ഷീചേട്ടനും അമ്മൂനും രാവിലെ പോകണമല്ലോ, നേരത്തെ പോകണം. നേരത്തെ മീൻസ് 8 മണിയാകുമ്പോൾ ഷീചേട്ടന് പോകണം. അമ്മൂനൊരു 8:15 ആകുമ്പോഴത്തേക്കും പോകണം കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അമ്മു കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അമ്മുവും അപ്പയും കൂടിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഞാൻ കുറച്ചും കൂടെ ലേറ്റായിട്ടേ കഴിക്കുള്ളൂ കേട്ടോ. ഈ തിരക്കിൻ്റെ ഇടയിൽ കഴിച്ചാൽ എനിക്ക് ശരിയാവില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് രണ്ടുപേരും ഭയങ്കര കോൺഷ്യസ് ആണ് കേട്ടോ. ഇല്ലെങ്കിൽ ഭയങ്കര വായടിച്ചിട്ടാണ് ഫുഡൊക്കെ കഴിക്കാറ്. മുടിയൊക്കെ കിട്ടുന്നേക്കാൻ മുമ്പ് ഒരാൾ ഷൂ ഇടാൻ തുടങ്ങി ഇവിടെ. അമ്മുവിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യവും അമ്മു തന്നെയാണ് കേട്ടോ ചെയ്യാറ്. സ്കൂളിൽ പോകാനായിട്ട് ഈ മുടി ഒട്ടിക്കെടുക്കൽ മാത്രമാണ് എൻ്റെ ജോലി. ബാക്കി ഫുൾ ഡ്രസ്സും ഇടല്, ഷൂ ഇടല്, അവളുടെ ബുക്കുകളൊന്നുമില്ല, ബാഗ് റെഡിയാക്കുക, വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറച്ച് കൊണ്ടുപോവുക, ഇതെല്ലാം ചെയ്യുന്നത് അമ്മു തന്നെയാണ്. എനിക്ക് ആകെയുള്ളൊരു ജോലി ഈ മുടി കെട്ടിക്കൊടുക്കലാണ്. മുടി കിട്ടുവാണ് ഞാൻ സുന്ദരി കുട്ടാവുക. സുന്ദരി കുട്ടി. അങ്ങനെ മുടിയൊക്കെ കെട്ടി സുന്ദരിയായിട്ടുണ്ട് ആള്. ഇനി പ്രാർത്ഥിക്കാൻ പോവാണേ. He went away from the place. Many people followed him. എല്ലാ അനുഗ്രഹത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, അപ്പേനെയും അമ്മേനെയും അപ്പാപ്പന്മാരെയും അമ്മാമ്മമാരെയും കസിൻസിനെയും ആൻറ്റീസിനെയും അങ്കിൾസിനെയും എല്ലാവരും അനുഗ്രഹിക്കണമേ. ഈശോയെ, ഫുഡില്ലാത്തവരെയും അസുഖം കൊണ്ട് അലയുന്നവരെയും പഠിക്കാൻ സാധിക്കാത്തവരെയും എല്ലാവരും അനുഗ്രഹിക്കണമേ. ഈശോയെ, എൻ്റെ ടീച്ചേഴ്സിനെയും കൂട്ടുകാരെ എല്ലാവരും അനുഗ്രഹിക്കണമേ. ഈശോയെ, എന്നെ നല്ല കുട്ടിയായിട്ട് വളർത്തണമേ. അസുഖമൊന്നും വരുത്തിക്കല്ലേ. കാവൽ മാലാഖേ, എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണമേ. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിക്കണമേ. ആമേൻ. അടുത്തോടെ ഞങ്ങളുടെ ശത്രുവിനെ രക്ഷിക്കാൻ നടത്തുന്നതിനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലിഫ്റ്റ് കയറുന്നോടെ വരെ ഫുൾ ടൈം കഥ പറച്ചിലായിരിക്കും കേട്ടോ. പക്ഷെ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കഥയൊന്നുമില്ല. അമ്മ കിട്ടിയില്ല. ഉമ്മതാ ഉമ്മതാ. ബൈ ബൈ ബൈ. സൂക്ഷിച്ചു വേണം കേട്ടോ. തന്നെ കണ്ടോണ്ട് സൂക്ഷിക്കണം. ബൈ ബൈ ബൈ. പുറത്തേക്കണേ. ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് പറയുന്ന ഡയലോഗ് ഇതായിരിക്കേ, പുറത്ത് നിൽക്കണേ. അപ്പോൾ ഞാനിവിടെ ബാൽക്കണിയിൽ നിന്ന് നോക്കണം. അവൾ സ്കൂളിൽ എത്തുന്നോടം വരെയും ഇവിടെ നിന്ന് നോക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റ് എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അവൾ അവിടെ എത്തുന്നോടം വരെ കാണാൻ പറ്റും കേട്ടോ. സ്കൂൾ ഗേറ്റിൻ്റെ തൊട്ടിപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ട്. അതുവരെ നമ്മൾ പോകുന്നത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മിക്കവാറും അവിടെ എത്തുന്നോടം വരെയും ടാറ്റ കാണിച്ചിട്ടോ പോയിക്കൊണ്ടിരിക്കുക. അവിടെ എത്തുന്നോടം വരെയും ടാറ്റ കാണിക്കും. അപ്പോൾ അത്രയും നേരം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കും കേട്ടോ. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അങ്ങനെ അമ്മൂസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ വെക്കുന്ന 2 ചെടിയുണ്ട്. അവരെ ഞാൻ ഇന്നെടുത്ത് ബാൽക്കണിയിലോട്ട് വയ്ക്കുക, ജസ്റ്റ് ഒന്ന് വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാൾ ഇതാണ്. പിന്നെ ഒരു പൂവൊന്നുമില്ലാത്തൊരു ഇല മാത്രമുള്ളൊരു ചെടിയുണ്ട്. ഇത് രണ്ടും ഞാനെടുത്ത് പുറത്തോട്ട് വയ്ക്കും. ഇന്ന് പക്ഷേ വലിയ വെയിലൊന്നുമില്ല, എന്നാലും ഞാനെടുത്ത് പുറത്ത് വെച്ചു. ഇത് നമ്മുടെ സ്ട്രോബെറി കണ്ടോ, കുറേ നാളായിട്ട് ഇവനൊന്ന് പറിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതുവരെ പഴുത്തിട്ടില്ല. ആളിതേ കായ്ച്ച് ഇപ്പം നിൽപ്പുണ്ട്. ഇനിയും കുറേ ഉണ്ട് കേട്ടോ. വലുതായത് അത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ കുഞ്ഞുങ്ങളാണ്, വലുതായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് ചെടികൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇത് അകത്ത് ഇരുന്ന ചെടിയാണ്. ഇതെടുത്ത് ജസ്റ്റ് വെയിൽ കൊള്ളാൻ വേണ്ടി പുറത്ത് വെച്ചേക്കും. അങ്ങനത്തെ അമ്മൊക്കെ പോയി കേട്ടോ. അമ്മവും പോയി, ഷീചേട്ടനും പോയി. ഇനിയിപ്പോൾ ഞാൻ ഡ്രസ്സ് മാറി. ഞാൻ ഇനിയിപ്പോൾ ഒന്ന് നടക്കാൻ പോവാണ്. നല്ല മഴയാണ്. കാരണം കുട എടുത്തിട്ട് നടക്കാൻ വേണ്ടി വരും തോന്നുന്നുണ്ട്. നല്ല മഴയാണ് ഇന്നേ. എന്നാലും എല്ലാ ദിവസവും പോകണോണ്ട് പോകാണ്ടിരിക്കാൻ തോന്നുന്നില്ല. പിന്നെ എന്താണേലും ജസ്റ്റ് ഒന്ന് പോയി നടന്നിട്ട് വരാമെന്ന് ഓർത്ത്. അങ്ങനെ ഞാനത് ബിൽഡിങ്ങിൻ്റെ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ ലെറ്റർ ബോക്സുകളാണ്. ഓരോ റൂമുകാർക്കും ഓരോ ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കയറ്റം കയറിയിട്ട് വേണം ഇനി എനിക്ക് പോവാൻ. ഞാനത് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഇപ്പോൾ അടിച്ചത് മറ്റേ സ്കൂളിൻ്റെ ബെല്ലാണ്. ഇവിടെ പള്ളിയുടെ മണി അടിക്കുന്ന പോലെ തന്നെയാണ്. നല്ല കയറ്റാണ്, ശരിക്കും കിതയ്ക്കുന്നുണ്ട്, ഭയങ്കര കയറ്റാ. വീഡിയോയിൽ അത്ര കറക്റ്റായിട്ട് അറിയുന്നില്ലെങ്കിൽ ഇത് നല്ല കുത്തനെയുള്ളൊരു കയറ്റമാണ്. ഈ കയറ്റം കയറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടപ്പ് വരും. അങ്ങനെ ആ കയറ്റം കയറിയിട്ട് നമ്മളിനി മുകളിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു ഇറക്കമാണ് താഴോട്ട്. ഈ കാണുന്നത് ഇവിടുത്തെ വീടുകളൊക്കെയാണ്. നല്ല ഭംഗിയുണ്ടല്ലേ ആ വീടിൻ്റെ ഷേപ്സൊക്കെ. എല്ലാ വീടുകളും ഈ ഷേപ്പ് തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ വേറൊരു സംഭവം ഇവിടെ കണ്ടോ, ഒരു അണ്ണാനെ കണ്ടോ കൊത്തി വെച്ചേക്കുന്നത് മരത്തിൽ. മിക്കവാറും മരങ്ങൾ മുറിച്ച് കഴിയുമ്പോൾ അവർ ബാക്കി ഇങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഷേപ്പിൽ കൊത്തി ഇങ്ങനെ എടുക്കും കേട്ടോ. നല്ല രസമുണ്ട്. അങ്ങനെ ഞാനതിപ്പോൾ അത് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. താഴൊരു യെല്ലോ ബസ് നിൽക്കുന്നില്ലേ, അവിടെയാണ് കേട്ടോ അമ്മുവിൻ്റെ സ്കൂളുള്ളത്. ആ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് അമ്മുവിൻ്റെ സ്കൂളുള്ളത്. ഇനി ഞാൻ നേരെ റൈറ്റ് സൈഡിൽ കാണുന്ന വഴിയിലൂടെയാണ് ഞാൻ നടക്കാൻ പോകുന്നത്. ഡെയിലി ഈ വഴി തന്നെയാണ് കേട്ടോ ഞാൻ പോവുക. അപ്പോൾ ഈ ഏരിയയിൽ കുറേ വീടുകളുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് ഫുള്ള് കൃഷിയാണ്. ഈ സ്ഥലം പണ്ടൊരു വില്ലേജ് ആയിരുന്നു കേട്ടോ. ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സിറ്റി ആക്കിയത്. അതുവരെയും ഇത് വില്ലേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സിറ്റിയുടെ അത്ര വലിയ തിരക്കൊന്നുമില്ല. പോപ്പുലേഷൻ എനിക്ക് തോന്നുന്നു 10,000 ഒക്കെ ആയിക്കഴിഞ്ഞാൽ ആ വില്ലേജിനെ അവർ സിറ്റിയാക്കി മാറ്റും. അപ്പോൾ മഴ ചാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്താണേലും കുടയൊക്കെ എടുത്തിട്ടാണ് നടക്കാൻ ഇറങ്ങിയത്. ഇപ്പോൾ മഴ ചാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പോകുന്ന വഴികളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഈ കിളികളുടെ സൗണ്ടൊക്കെ കേട്ടുകൊണ്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കേൾക്കുന്നില്ലേ നിങ്ങൾ? കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വീഡിയോയിൽ. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട് കേട്ടോ. അമ്മ ഒരു 8:15 ആയപ്പോൾ പോയി. ശ്രീചേട്ടൻ 8 മണിയായപ്പോൾ പോയി. അത് കഴിഞ്ഞ് 8:30 ആയപ്പോൾ ഞാൻ നടക്കാനിറങ്ങി. ഇനിയിപ്പോൾ ഒരു 1 മണിക്കൂർ നടന്നിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് തിരിച്ചു പോകും. അപ്പോൾ അതൊരു കുഞ്ഞി കയറ്റമാണ്. ഇവിടുത്തെ സ്ഥലങ്ങൾ ഫുള്ള് ഇങ്ങനെ കയറ്റം ഇറക്കമാണ്. ഉണ്ടോ? കയറ്റം ഇറക്കമാണ് ഈ സ്ഥലങ്ങളെല്ലാം. അപ്പോൾ കിതയ്ക്കുന്നുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മഴ ചാറുന്നുണ്ട് കേട്ടോ. ഈ സൈഡിലുള്ള ചെടികളെല്ലാം കറക്റ്റായിട്ട് വെട്ടി നിർത്തണം കേട്ടോ. കാട് പിടിച്ച പോലെയൊന്നും ഇടാൻ പറ്റില്ല. കറക്റ്റായിട്ട് ഈ സ്ഥലത്തിൻ്റെ ഭംഗിക്കനുസരിച്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്യണം. കുറച്ച് കൂടിയപ്പോൾ ഞാൻ കുടയൊക്കെ പിടിച്ച് നടക്കുകയാണ്. എന്നാലും ഞാൻ നടത്താൻ നിർത്തില്ല. എന്താണെങ്കിലും നടന്നിട്ടേ തിരിച്ച് പോവുള്ളൂ. അപ്പോൾ കുടയൊക്കെ പിടിച്ച് നടന്നുകൊണ്ടിരിക്കും. നന്നായിട്ട് മഴ കൂടിയിട്ടോ, നല്ല മഴയായി ഇപ്പോൾ. എന്നാലും നല്ല രസമുണ്ട് മഴയത്ത്. ഈ മഴ ചാറ്റിലേറ്റ് കിളിയുടെ സൗണ്ടൊക്കെ കേട്ട് നടക്കാൻ നല്ല സൂപ്പറായിട്ടുണ്ട്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ചെടികളൊക്കെ കട്ട് ചെയ്യണമെന്ന്. അങ്ങനെ കട്ട് ചെയ്യണ ചെടികൾ നമുക്ക് ഈ വേസ്റ്റ് ബാസ്ക്കറ്റിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ. വേറെ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒന്നും ഡിസ്പോസ് ചെയ്യേണ്ട. ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ തന്നെ നമ്മൾ ഇട്ടാൽ മതി. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ്. അവരുടെ ഗാർഡനൊക്കെ കണ്ടോ, എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. പിന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് എന്താണെന്നറിയോ, ഇവിടെ എത്ര മഴ പെയ്താലും മണ്ണങ്ങനെ ഒലിച്ചൊന്നും പോകില്ല. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ട് ഇത്രയും ചെടികൾ നിൽക്കുന്നുണ്ട്. ഇപ്പുറത്ത് റോഡും ഉണ്ട്. പക്ഷെ റോട്ടിലോട്ടൊന്നും മണ്ണൊന്നും ഒലിച്ച് വരുന്നില്ല. ഫുള്ളിങ്ങനെ കട്ടയായിട്ട് പുല്ല് പിടിച്ച് കിടക്കുകയാണ് ഈ മണ്ണിലൊക്കെ. അതുകൊണ്ട് മണ്ണ് ഒലിക്കാനുള്ള സ്ഥലമൊന്നും ഇല്ല. അങ്ങനെ ഞാൻ റോഡിൻ്റെ ഇപ്പുറത്തെ വശത്ത് എത്തിയിട്ടോ. ഇവിടെ ഫുള്ള് കൃഷിസ്ഥലങ്ങളാണ്. ഇപ്പോൾ ഈ കാണുന്നത് പുല്ല് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ കൃഷിയൊന്നും ചെയ്തിട്ടില്ല. മഴക്കാറ് കണ്ടോ, നല്ല മഴക്കാറുണ്ട് കേട്ടോ. നല്ല സൂപ്പർ മഴയെ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പുല്ല് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ മറ്റേ ചെമ്മരിയാടിനെയൊക്കെ കൊണ്ടുവരും. അങ്ങനെ അവർ പുല്ല് തിന്നിട്ട് പോവും. അപ്പോഴത്തേക്കും ഈ സ്ഥലം പിന്നെ ഫുൾ ക്ലീൻ ആവും. അങ്ങനെയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. നല്ല മഴക്കാറാണ്. അപ്പോൾ ഈ മഴയത്ത് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. റോഡിലൊക്കെ കണ്ടോ വെള്ളം നന്നായിട്ട് ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ഇത് നേരെ നമ്മുടെ മറ്റേ ഡ്രെയിനേജിലോട്ടാട്ടോ ഈ വെള്ളം പോകുന്നത്. റോഡിൽ ഫുൾ കുറേ ഇങ്ങനെ ഡ്രെയിനേജ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കറക്റ്റായിട്ട് വെള്ളം പോകുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വെള്ളക്കെട്ടൊന്നുമില്ല. എത്ര മഴ പെയ്താലും റോഡിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ. വെള്ളം ഫുള്ള് പെയ്യുമ്പോൾ തന്നെ ഒഴുകി പോകുന്നുണ്ട്. ആഴ്ചയിലൊരു 3 ദിവസമൊക്കെ എന്താണെങ്കിലും ഇവിടെ മഴ പെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ വെള്ളക്കെട്ട് സംഭവങ്ങളൊന്നും ഇല്ല. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ
ഫുള്ള് മഴ പെയ്യുമ്പോഴത്തേക്കും വെള്ളമാണല്ലേ. ഞാൻ ന്യൂസിലൊക്കെ കണ്ടായിരുന്നു. ഇത് കൃഷിസ്ഥലമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഓട്സ് ആണെന്നാണ് തോന്നുന്നത്. കറക്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. എപ്പോഴും ഞാൻ ഒന്ന് നോക്കും എന്താണെന്ന്, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഓട്സ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കറക്റ്റ് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ അതെന്താണെന്ന്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ, വലിയൊരു ഏരിയയിൽ സെയിം കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട്. ഇത് ഇങ്ങനെ നിരപ്പായ സ്ഥലമൊന്നുമല്ല കേട്ടോ, കയറ്റവും ഇറക്കും കുന്നൊക്കെയാണ്. പക്ഷെ അവിടെയാണ് അവർ ഈ കൃഷി ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് അറിയാം, ഇപ്പം നമ്മൾ നെല്ലൊക്കെ ആണെങ്കിലും കൃഷി ചെയ്യുമ്പോൾ നല്ല ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ അതിൻ്റെ ഇടയിൽ. പക്ഷെ ഇവർക്ക് ഗ്യാപ്പ് ഇല്ല കേട്ടോ, ഭയങ്കര അടുപ്പിച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കുറേ റെഡ് കളർ കണ്ടോ, അതൊക്കെ ഇതിൻ്റെ ഇടയിൽ പുല്ല് വളർന്നേക്കുന്നതാണ് കേട്ടോ. പക്ഷെ ഒരുപാട് കളയൊന്നും ഇല്ല അവിടെ. പക്ഷെ ഇവർ ഭയങ്കര അടുപ്പിച്ചാണ് ഇത് നട്ടിരിക്കുന്നത് കണ്ടോ. നമ്മൾ നെല്ലൊക്കെ കുറച്ച് കൂടെ ഗ്യാപ്പ് ഇട്ടിട്ടല്ലേ നടുന്നത്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ അങ്ങനെ അധികം കളയൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ. നമ്മളൊക്കെ നാട്ടിൽ കൃഷി ചെയ്യുമ്പോൾ എന്തോരം അല്ലേ കളയൊക്കെ ഉള്ളത്. പക്ഷെ ഇവിടെ അതൊന്നും കാണുന്നില്ല, എന്താണാവോ. ഇത് വേറൊരു ടൈപ്പ് കൃഷിയാണ്. അപ്പോൾ ഇത് ഞാൻ പണ്ട് വന്നിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ ഇതിൻ്റെ കൂടെ ഇടാം. അപ്പോൾ മനസ്സിലായില്ല എന്താണെന്ന് അറിയുന്നവർ കമൻറ്റ് ഇടുമെന്ന് പറഞ്ഞപ്പോൾ ഇതെന്തോ ഒരു എണ്ണയുടെ വിത്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, പണ്ടത്തെ വീഡിയോ ആണ് ഇത് പൂത്ത് കിടക്കുന്നതാണ്. എൻ്റെ ബാക്കിലുള്ള സ്ഥലങ്ങൾ കണ്ടോ, ഇത് കണ്ടോ, കാണാൻ പറ്റുന്നില്ലേ. ഇത് കമ്മ്യൂണിൽ നിന്ന് നമുക്ക് വേണ്ടി തരുന്ന, കൃഷി ചെയ്യാൻ വേണ്ടി തരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്കവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. കമ്മ്യൂണിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു സ്പേസും ഉണ്ടാവും. ഇവിടെ ഒരു വേലി കണ്ടില്ലേ, ഈ വേലി തൊട്ടിട്ട് ഈ വേലി വരെയാണ് സ്പേസ്. അതിൻ്റെ ഉള്ളിലൊരു ഒരു ഷെഡും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കമ്മ്യൂണിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സ്ഥലം കിട്ടും. ഒരു വർഷത്തേക്ക് എത്രയോ ഒരു എമൗണ്ട് നമ്മൾ അടയ്ക്കാനുണ്ട്. അപ്പോൾ ആ എമൗണ്ട് അടച്ചിട്ട് ആ സ്ഥലം നമുക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്കിവിടെ കൃഷി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആൾക്കാർ ഇവിടെ കൃഷി ചെയ്തേക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അന്വേഷിച്ചു കേട്ടോ. ഇവിടെ റോസ് നിൽക്കണമൊക്കെ നല്ല രസമുണ്ടല്ലോ. ഇപ്പോൾ ഈ റോസ് പൂക്കണ സമയത്തൊന്നും ഒരുപാട് വീടുകളിൽ പല വെറൈറ്റി, പല കളറ്, പല സൈസിലുള്ള റോസ് ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഈ കൃഷിയുടെ കാര്യം നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മളൊരു 2 വർഷമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അപ്ലൈ ചെയ്തിട്ട്. കാരണം എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. അത്രയും ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞൊരു സ്പേസ് നമുക്ക് അവിടെ കണ്ടോ, ഇങ്ങനെ കുഞ്ഞു ഹട്ടുകളാണ് കണ്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ നമുക്കിവിടെ കൃഷി ചെയ്യാൻ പറ്റും. അല്ല നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്കിവിടെ സൂക്ഷിക്കാനൊക്കെ പറ്റും. അങ്ങനെ ഫ്ലാറ്റുകളിലും ഇങ്ങനെ എന്താണ് സ്ഥലം, മുറ്റം അങ്ങനെയൊന്നും ഇല്ലാണ്ട് താമസിക്കുന്നവർക്കൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ഇത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ ഇവിടെ ഇപ്പോൾ റോസ് പൂക്കുന്ന സമയമാണെന്ന് തോന്നണമെന്ന്. ഇത് കണ്ടോ, എന്തോരം പൂവാൻ നോക്കി, ഒറ്റ ചെടിയിലുള്ള പൂവുകളാണ്, എണ്ണാൻ പോലും പറ്റുന്നില്ല അല്ലേ. അത്രയധികം റോസ് ഉണ്ട്, ഇതുപോലെ ഒരുപാടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ആ കൃഷിസ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ഹട്ടിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു ഹട്ടിൻ്റെ ഫ്രണ്ടിലത്തെയാണ് ഈ കാണിക്കുന്നത്. ഇതുപോലെ എല്ലാ വീടിൻ്റെയും ഫ്രണ്ടിൽ പല കളറിൽ ഇതുപോലെ ഉണ്ട് കേട്ടോ. എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട്, ശരിക്കും കണ്ടിട്ട് കൊതിയാവുന്നു. നമ്മൾ ഊട്ടിയിൽ റോസ് ഗാർഡനിലൊക്കെ പോയി നിൽക്കുന്ന ഒരു ഫീലാട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. അതായത് നമുക്ക് വെറുതെ ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ പോകുമ്പോൾ തന്നെ ഇത്രയും കാഴ്ചകൾ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഒരുപാട് യാത്രകളൊന്നും ചെയ്യേണ്ട, വെറുതെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നടന്നാൽ മതി, അത്രയധികം പൂക്കളുണ്ട്. അങ്ങനെ ഇന്നത്തെ നടത്തമൊക്കെ കഴിഞ്ഞ് ഞാനത് തിരിച്ചെത്തിയിട്ടോ. നമ്മുടെ വീട് എത്താറായിട്ടുണ്ട്. വീട്ടിലോട്ട് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നേരത്തെ നല്ല മഴയായിരുന്നു, ഇപ്പോൾ ഒരു ചാറ്റൽ മഴയായിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ബിൽഡിങ്. ഇതാണ് നമ്മുടെ ബിൽഡിങ്. അപ്പോൾ ഞാനത് ബിൽഡിങ്ങിലെത്തി. അപ്പോൾ ഞാൻ നടത്തമൊക്കെ കഴിഞ്ഞെത്തി, ഒരു കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം 10:15 അപ്പോൾ നോർമലി ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ കഴിക്കാറ്. ഇപ്പോൾ ഒന്ന് മഴയൊന്നും നിന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഫുള്ള് മഴക്കാറാണ്, ഫുള്ളൊരു ക്ലൗഡി ആയിട്ടുള്ള ദിവസമാണ് ഇന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് വിശന്നു. 10:15 പിന്നെ ഞാൻ ഓർത്തുന്ന പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കാമെന്ന് ഓർത്തു. അത് കഴിഞ്ഞ് പിന്നെ ഇനി ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അമ്മൂസ് വരെ. അപ്പോൾ അമ്മൂനുള്ള ലഞ്ച് റെഡിയാക്കണം. പിന്നെന്താണ്, അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്, ഫ്രഞ്ച് കുറച്ച് നേരം ഇരുന്ന് പഠിക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ നമുക്ക് രാവിലെ അവർ പോയിട്ടോ, ഞാൻ പറഞ്ഞില്ലേ രാവിലെ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഷീചേട്ടൻ പോവും, 8:15 ആകുമ്പോൾ അമ്മ പോവും.
അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നടക്കാൻ പോയി വന്നു, പിന്നെ കുറച്ച് നേരം ഫോൺ നോക്കിയിരുന്നു. അതൊക്കെയായിരുന്നു പരിപാടി. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പം ഞാനത് അപ്പത്തിന് വേണ്ടിയിട്ടുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചട്ടി ചൂടായി കഴിയുമ്പോൾ അപ്പം ഉണ്ടാക്കാം. കുറച്ച് സമയം എടുക്കും കേട്ടോ അത് ചൂടാവാൻ. കേട്ടോ ഞാൻ മാവ് ഒഴിക്കാൻ പോവാണ്. വീഡിയോ എടുത്ത് പരിചയമില്ലാത്തതുകൊണ്ട് എങ്ങനെ എടുക്കണ്ടേന്നൊന്നും എനിക്കറിയില്ല. ചുറ്റിച്ചെടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ട്. ചുറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ആ ബബിൾസൊക്കെ ഒന്ന് എന്താ പൊട്ടില്ല, കുമ്മളയൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നോടെ വരെ വെയിറ്റ് ചെയ്യാം. അത് വന്നു കഴിഞ്ഞിട്ട് അടച്ച് വെക്കാം നമുക്ക്. അപ്പം ഞാൻ അടച്ച് വയ്ക്കാം. അപ്പം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. രാവിലെ ഞാൻ നടക്കാൻ പോയ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഇവിടെ നല്ല മഴയാണെന്നുള്ളത്. തേൻ കാണിച്ചു തരാം കേട്ടോ. തേ കണ്ടോ, നല്ല മഴക്കാറാണ്, നല്ല മഴക്കാറായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം മഴ പെയ്യുന്നില്ല കേട്ടോ, മഴ നിന്നു. പക്ഷെ ഇന്ന് ഫുള്ള് ക്ലൗഡി ആണെന്നാണ് കാണിക്കുന്നത്. ഫുള്ളിന്ന് മഴയാണ്. ഓക്കെ, ഫുള്ള് മഴയെന്ന്, ഫുള്ള് മഴ കാണിച്ചേക്കാം. നാളെയും മഴയുണ്ട്. അതേ ഫ്രൈഡേയും റെയിൻ കാണിച്ചേക്കുന്നുണ്ടോ. ഇന്ന് ഫുള്ള് മഴ, നാളെയും മൊത്തം മഴയാണ്. ഇന്നത്തെ ഇവിടെ ടെമ്പറേച്ചർ 15 ഡിഗ്രിയാണ് കേട്ടോ. വെദർ നൗ 15 ഡിഗ്രി, ഫീൽസ് ലൈക്ക് 14 ഡിഗ്രി. അങ്ങനത്തെ ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്, ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ എനിക്കിങ്ങനെ അറിയില്ല കേട്ടോ, വ്ളോഗ് ചെയ്യാനൊന്നും അറിയില്ല. നമ്മളിങ്ങനെ കണ്ടിട്ടുള്ള അറിവ് മാത്രമല്ലേ ഉള്ളൂ. നമ്മളിങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് മറ്റുള്ളവരെ കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനെ ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എന്താണേലും ഞാനത് ഫുഡ് എടുത്തിട്ടുണ്ട്. അപ്പവും കടലക്കറിയാണ് ഇന്ന്. അപ്പോൾ ഞാനത് കഴിക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ വന്ന സമയത്ത് നമ്മുടെ കയ്യിൽ മിക്സി സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സാധനങ്ങളൊക്കെ വരുന്നേ ഉണ്ടായുള്ളൂ. നമ്മൾ ജനുവരിയിലെത്തി, മാർച്ച് ഏപ്രിലാണ് നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ കിട്ടിയത്. അപ്പം അത്രയും നാൾ നമ്മുടെ ഈ ഫുഡുകളൊന്നും കഴിക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ദിവസവും ബ്രെഡ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ അപ്പം ദോശ സംഭവങ്ങളൊന്നും കഴിക്കാണ്ട് ശരിക്കും അതൊക്കെ കഴിക്കാൻ കൊതിയായേ. ലാസ്റ്റ് നമ്മുടെ മിക്സി ഒന്ന് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് സമാധാനമായത്, നമ്മുടെ ഫുഡൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ. ചോറ് കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ റൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ വന്നപ്പോൾ തന്നെ. അതുകൊണ്ട് ചോറും കറിയും നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ നമ്മുടെ പലഹാരങ്ങളൊക്കെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. കാരണം പുട്ടിൻ്റെ പൊടി കൊണ്ടുവന്നു, പക്ഷെ നമ്മൾ മറ്റേ പുട്ടിൻ്റെ ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ, അത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പാത്രമില്ല, മിക്സി ഇല്ല, സാധനങ്ങളില്ല. സാധനം ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഒന്ന് സമാധാനമായത്. അതുമല്ല, എന്താണ് ഇപ്പം ഇങ്ങനെ അപ്പത്തിന് ദോശയ്ക്ക് അങ്ങനെയൊക്കെ ഒന്ന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ, ആട്ടി വെച്ച് കഴിഞ്ഞിട്ട് രാവിലെ മാവ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു സമാധാനമാണില്ലേ. പിന്നെ ഭയങ്കര ടെൻഷനായിരിക്കും. രാത്രി കിടക്കുമ്പോൾ ഫുള്ളുള്ള ആലോചന ഇതാണ്, അയ്യോ രാവിലെ എന്തുണ്ടാക്കും എന്നുള്ള ആലോചന ആയിരിക്കും ഫുള്ള്. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ദോശയുടെ മാവോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ മാവൊക്കെ ഉണ്ടെങ്കിൽ ഒരു സമാധാനമുണ്ട്. പിന്നെ ഒരു ടെൻഷനില്ലല്ലോ, നമുക്കതങ്ങ് ഉണ്ടാക്കിയാൽ മതി. എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടമ്മമാർക്കുള്ളൊരു ടെൻഷനായിരിക്കും അല്ലേ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരിക്കും എന്നുള്ളത് ഭയങ്കര ഒരു ടെൻഷനാണ്. പിന്നെ ഉച്ചയ്ക്കെന്ന് വെച്ചാൽ അമ്മ ഇപ്പോൾ കഴിക്കാൻ വരും. ഷീചേട്ടനാണെങ്കിൽ കമ്പനിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്, ഓഫീസിൽ നിന്ന് തന്നെ കഴിക്കും. അതുകൊണ്ട് ഉച്ചയ്ക്ക് ലഞ്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അമ്മ വീട്ടിൽ വരുന്നതുകൊണ്ടും പിന്നെ കുഴപ്പമില്ല, ലഞ്ചിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. നോർമലി അപ്പം കടലക്കറി, അപ്പം എന്താണ് മുട്ടക്കറി, ഇതൊക്കെയാണ് ഉണ്ടാക്കുക. വീക്കെൻഡാണ് ഉണ്ടാക്കണതെന്ന് വെച്ചാൽ ചിക്കൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ മുട്ടക്കറി അല്ലെങ്കിൽ കടലക്കറി ആയിരിക്കും വീക്ക് ഡേയ്സിലാണെങ്കിൽ. നിങ്ങൾക്ക് എന്താണ് കോമ്പിനേഷൻ, അപ്പത്തിനോട് എന്ത് കോമ്പിനേഷനാണ് നിങ്ങൾക്ക് ഇഷ്ടം? അതുപോലെ എനിക്ക് ബീഫ് സ്റ്റൂ ഉണ്ടാക്കില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ ബീഫ് സ്റ്റൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം പോയി പഠിക്കട്ടെ കേട്ടോ. അമ്മ വരുമ്പോഴത്തേക്കും അമ്മൂനുള്ള ഫുഡ് ഉണ്ടാക്കണം. അതിന് മുമ്പ് ഞാൻ കുറച്ച് നേരം പോയി ഒന്ന് പഠിക്കട്ടെ. അപ്പോൾ മോർണിംഗ് റുട്ടീനൊന്നുമില്ല, എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എൻ്റെ ഒരു മോർണിംഗ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.